ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് VV എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം രാമംകുളങ്ങര ഭാഗത്തുള്ള ഫോഴ്സിൻ്റെ ഷോറൂമിലാണ്. റോയൽ ഫോഴ്സ് എന്നാണ് ഡീലർഷിപ്പിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ ഷോറൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവഴി പോകുന്ന സമയത്താണ് ഈ ഒരു വാഹനം ഇവിടെ കിടക്കുന്നത് കണ്ടത്. ഞാൻ നോക്കിയ സമയത്ത് നമ്മുടെ ഗൂർക്കയുടെ 5 ഡോർ വെർഷനാണ് കിടക്കുന്നത്. നിർഭാഗ്യം നമുക്ക് ഡ്രൈവിംഗ് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ അല്ല. വേറെ കൊണ്ടല്ല, ഇതൊരു കസ്റ്റമർക്ക് വേണ്ടി വന്ന വെഹിക്കിൾ ആയതുകൊണ്ടാണ് നമുക്ക് ഡ്രൈവിംഗ് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ എടുത്തേക്കാമെന്ന് കരുതി. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ഡ്രൈവ് വീഡിയോ തന്നെ, ഓഫ് റോഡ് ഡ്രൈവ് തന്നെ നമുക്ക് ചെയ്ത് ഒരു വീഡിയോ ആക്കി ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. കാര്യം ഡ്രൈവ് വണ്ടി ഉണ്ട്, ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഡ്രൈവ് വണ്ടി നിലവിൽ അവൈലബിൾ അല്ലാത്തത്. അപ്പോൾ ഈ ഒരു വാഹന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കോമ്പറ്റീറ്ററായിട്ട് നമ്മൾ പറയാൻ പറ്റുന്നത് മഹേന്ദ്രയുടെ താർ റോക്സ് എന്നതാണ് മെയിൻ കോമ്പറ്റീറ്ററായിട്ട് വരുന്നത്. ആ ഒരു വാഹനമാണ് നോക്കുന്ന സമയത്ത് കുറേ പ്ലസ് പോയിന്റ്സ് ഈ വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. തുടക്കം തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വാഹനം ലോഞ്ച് ആയതിന് ശേഷം ഇപ്പം നിലവിൽ കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മെയിനൊരു അപ്ഡേഷൻ, നേരത്തെ നമുക്ക് 16 ഇഞ്ച് ടയറാണ് വന്നിരുന്നതെങ്കിൽ നിലവിൽ ഇപ്പോൾ അത് 18 ഇഞ്ച് ടയറാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 18,60,000 എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുന്ന സമയത്ത് 22,90,000 രൂപ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. ഒരു 15 മുതൽ 20 ദിവസം വരെയാണ് ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളും നമുക്ക് വരുന്നത്. കളർ ഓപ്ഷൻസ് വരുന്നത് ഈ കാണുന്ന റെഡ് കളർ ഉണ്ടോ, ഈ ഒരു കളർ ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഗ്രീൻ കളർ അവൈലബിൾ ആണ്, ബ്ലാക്ക് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. ഇത്രയും കളർ ഓപ്ഷൻസ് ആണ് ഈ വാഹനത്തിൽ നമുക്ക് വരുന്നത്. പിന്നൊരു കാര്യമുള്ളത്, ഈ ഒരു മോഡൽ നമുക്ക് പെട്രോളിൽ കിട്ടില്ല, ഡീസലിൽ മാത്രമേ കിട്ടുകയുള്ളൂ. കൂടാതെ ഓട്ടോമാറ്റിക് ഇല്ല, മാനുവൽ ഓപ്ഷൻ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു എന്താ പറയുക, ചെറിയൊരു വാഹനമല്ല, അത്യാവശ്യം നല്ല ഗാംഭീര്യവും നല്ല വലിപ്പമുള്ളൊരു വാഹനമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എത്രത്തോളം ഈ വാഹനത്തിന് ഹൈറ്റും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും. അത്രത്തോളം റോഡ് പ്രസൻസ് തരുന്നൊരു വാഹനമാണിത്. അപ്പം എന്തൊക്കെയാണുള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ തുടക്കത്തിൽ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത് 22,90. ഇതിന് തന്നെ നമുക്ക് അക്സസറീസും ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇതിനകത്ത് അക്സസറീസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നമുക്ക് നിലവിൽ എക്സ്ട്രാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലായിട്ടൊരു ക്യാനർ നമുക്ക് വരുന്നുണ്ട്. ഓഫ് റോഡിനൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ ടോപ്പിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും. അതേപോലെ ഈ ഒരു മിറർ കണ്ടോ, ഈ ഒരു മിററിന് ചുറ്റും നമുക്കൊരു ഗാർഡ് നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗാർഡാണ് അത് വരുന്നുണ്ട്. ലാഡർ വരുന്നുണ്ടെന്നൊരു സംശയമുണ്ട്, ലാഡർ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ലാഡർ അത് വിട്ടേരെ ഒരു സംശയമായിട്ട് വെച്ചിരുന്നാൽ മതി, ജസ്റ്റ് വിളിച്ചു ചോദിച്ചാൽ മതി ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം. ഈ ഒരു കാരിയറും അതേപോലെ ഈ ഒരു ഗ്ലാസിന് ചുറ്റുമുള്ള ഗാർഡും അക്സസറീസ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സ്റ്റോക്കിലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ ഒരു രീതിയിൽ തന്നെയാണ് വണ്ടിയിൽ നൽകിയിട്ടുള്ളത്. ഇത് ഇൻബിൽഡ് തന്നെയാണ്, അക്സസറീസ് ആയിട്ടൊന്നും ചെയ്തതൊന്നുമല്ല. പിന്നെ നോക്കി കഴിഞ്ഞാൽ ഗൂർക്കയുടെ ഒരു ബ്രാൻഡിങ് ഫ്രണ്ടിൽ തന്നെ കാണാം. വേറെ ഫോഴ്സിൻ്റെ ലോഗോയോ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. ആ ഒരു ഗ്രില്ലിൽ തന്നെ ആ ഒരു എന്താ പറയുക ലോഗോ, ആ ഒരു ബ്രാൻഡിങ് വളരെ മനോഹരമായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹുഡൊക്കെ കണ്ടോ, വളരെ മാസീവ് ആയിട്ടുള്ള ഹുഡാണ്. ഇതിപ്പോൾ പിടിച്ച് ഒറ്റയ്ക്ക് തുറക്കണമെന്നുണ്ടെങ്കിലും ചെറിയൊരു ശ്രമകരമായ കാര്യമാണ്. അത്യാവശ്യം നല്ലൊരു ആരോഗ്യമുള്ള ഒരാൾക്ക് നല്ല രീതിയിൽ ഇത് പിടിച്ച് ഓപ്പൺ ചെയ്ത് വെക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു പോർഷനിലായിട്ട് ടേനിക്കേറ്റ് നൽകിയിട്ടുള്ളത് കാണാം. അത് നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ടും. അതിനുള്ളിലും ഗൂർക്കയുടെ ബ്രാൻഡിങ് അവർ നൽകിയിട്ടുണ്ട്. 2 സൈഡിലായിട്ടും ഗൂർക്ക ബ്രാൻഡിങ് വരുന്നുണ്ട്. ഹെഡ്ലാമ്പിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നല്ല റൗണ്ട് ഷേപ്പിലുള്ള LED തന്നെയാണ് ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നത്. അതിന് ചുറ്റും DR ഓപ്ഷൻ നൽകിയിട്ടുള്ളത് കാണാം. കണ്ടോ, LED ഹെഡ്ലാമ്പ്, അതിന് ചുറ്റും DR ഓപ്ഷൻ വരുന്നുണ്ട്. ഫോഗിലാമ്പ് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഹാലജൻ ടൈപ്പ് തന്നെയാണ് ആ ഒരു ഫോഗിലാമ്പ് യൂണിറ്റ് വരുന്നത്. ബമ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബമ്പർ തന്നെയാണ്. ഫുള്ളി ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു ബമ്പർ യൂണിറ്റ് നൽകിയിട്ടുള്ളത്. അപ്പോൾ മൊത്തം നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ അക്സസറീസ് കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ ഗ്ലാസ്സിൽ ആ ഒരു ഗ്രില്ലൂടെ വെച്ച് ആ ടോപ്പിലായിട്ട് ആ എന്താ പറയുക ക്യാരിയർ വെക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഗാംഭീര്യം വാഹനത്തിന് കിട്ടും. അത്ര നമ്മൾ ഫ്രണ്ട് പൊസിഷനിൽ പറയാനായിട്ട്. സൈഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സൈഡിൽ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ഈ ഒരു ടയറിൻ്റെ വലിപ്പം കണ്ട സീരിയൽ ടയറാണ് വാഹനത്തിൽ യൂസ് ചെയ്ത്. അലോയും നമുക്ക് അവൈലബിൾ ആണ്. നിലവിൽ ഇപ്പോൾ ഒരു 18 ഇഞ്ചാണ് ഈ ഒരു ടയർ വരുന്നത്. അതായത് 255/65 R18 ആണ് ടയർ പ്രൊഫൈൽ നൽകിയിട്ടുള്ളത്. നേരത്തെ 16 ഇഞ്ചാണ് വന്നിരുന്നത്. നിലവിൽ ഇപ്പോൾ അത് 18 ഇഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഓഫ് റോഡിന് വേണ്ടിയിട്ട് ആണ് കുറച്ചുകൂടി കേപ്പബിൾ ആവാന്നതിന് വേണ്ടിയിട്ട് ആ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ടയർ സൈസൊക്കെ മാറ്റിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാണാൻ പറ്റും നിങ്ങൾക്ക്. മാസീവ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഏകദേശം 233 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രം നൽകിയിട്ടുള്ളത്. നല്ല ഹൈറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഓഫ് റോഡിന് നമ്മൾ ഈ ഒരു വാഹനം കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ ആ ഒരു സൈഡിൽ നമ്മൾ സ്നോർക്കലൊക്കെ കണ്ടതാണ്. ഇതിൻ്റെ കമ്പനി പറയുന്നത് 700 mm ആണ് വാട്ടർ വെഡിങ് കപ്പാസിറ്റി. പക്ഷേ അത്രയുമല്ല, അത്യാവശ്യം എത്ര ഹൈറ്റിൽ വെള്ളം വന്നാൽ നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാനായിട്ട് പറ്റും. കാര്യം സ്നോർക്കലും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ. പിന്നെ വേറെ നോക്കിക്കഴിഞ്ഞാൽ ക്ലാഡിങ്സ് ഒക്കെ നല്ല ബോൾഡ് ആയിട്ടുള്ള ക്ലാഡിങ്സ് ഒക്കെ നമുക്ക് ആ ഒരു സൈഡിലായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതൊരു 5 ഡോർ വെർഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഗ്ലാസ് ഏരിയയ്ക്ക് അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട്.
ഡോർ ഹാൻഡിലൊക്കെ നമുക്ക് ആ ഒരു ജീവാഗണെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അത് ബ്ലാക്ക് കളറിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതൊക്കെ കൊള്ളാൻ നല്ല രസമുണ്ട്. ആ 2.6 എന്നുള്ള ബ്രാൻഡിങ് ഇവിടെയായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മിററിനൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്. ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ഈ മിററൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അകത്തോട്ട് വരുന്ന സമയത്ത് ഞാനൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ആയിട്ട് 4x4x4 സാധാരണ വാഹനങ്ങളിൽ 4x4 കാണാറുള്ളൂ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ടെറൈൻ മോഡൽസിലൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ വാഹനം കൊണ്ടുനടക്കാനായിട്ട് പറ്റും. ഈ ഒരു റോയിലേക്ക് വരുന്ന സമയത്തും വലിപ്പമുള്ള ഗ്ലാസ് ഏരിയ അവർ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട് എടുത്തു പറയാനായിട്ട്. നമുക്കിപ്പോൾ താർ റോക്സിലേക്കൊക്കെ വരുന്ന സമയത്ത് അതൊരു 5 സീറ്റർ വാഹനമാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു 7 സീറ്റർ വാഹനമാണ്. 2 പാസഞ്ചർ ഫ്രണ്ടിൽ. അതേപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് റോയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 3 പേർക്ക് വളരെ കംഫർട്ടായിട്ടിരിക്കാം. അതേപോലെ ഈ ഒരു പോർഷനിൽ നമുക്ക് 2 പാസഞ്ചേഴ്സിന് വളരെ കംഫർട്ടായിട്ടിരിക്കാം. ഞാൻ കയറി ഇതിന് കാണിച്ചു തരാം എത്രത്തോളം കംഫർട്ടാണെന്നുള്ളത്. പുറം സൈഡിലേക്ക് വരാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈൽ. ആ ഒരു ഹൈറ്റും കാര്യങ്ങളും കാണാം. നല്ല ഹൈറ്റും കാര്യങ്ങളും വാഹനത്തിന് വരുന്നുണ്ട്. സ്പെയർ ടയർ നമുക്ക് അലോയ് തന്നെയാണ് വരുന്നത്. കണ്ടോ, ആ ഒരു ടയർ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചവിട്ടി കയറാനായിട്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഗൂർക്കയുടെ ഒരു ബ്രാൻഡിങ്ങും ആ ഒരു ലോഗോയൊക്കെ അവിടെ കൊടുത്തു. കണ്ടോ, ഈ ഒരു രീതിയിൽ ഈ ഒരു പോർഷനിൽ കൂടെ വേണം നമുക്ക് ഈ ഒരു തേർഡ് റോയിലേക്ക് കയറാനായിട്ട്. വലിയ ശ്രമകരമായ കാര്യമൊന്നുമല്ല കയറുന്നതൊന്നും, വളരെ സിമ്പിളായിട്ട് കയറാനായിട്ട് പറ്റുന്നുണ്ട്. കണ്ടോ, ഇത് പാസഞ്ചർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് പോകാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ബോട്ടിൽ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവർ നൽകിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ 2 ബോട്ടിലൊക്കെ വെക്കുന്ന സ്പേസ് വരുന്നുണ്ട്. ലൈറ്റ് ഓപ്ഷൻ തേർഡ് റോയിൽ നൽകിയിട്ടുണ്ട്. പിന്നെ സീറ്റ് ക്യാപ്റ്റൻ സീറ്റാണ് 2 സീറ്റ് നൽകിയിട്ടുള്ളത്. കൊള്ളാം, നല്ല കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. വേറെ കാര്യങ്ങളൊന്നും ഇല്ല പറയാനായിട്ട്. ഗ്രാഫ് ഹാൻഡിലൊക്കെ ആ ഒരു പൊസിഷനിലൊക്കെ ആയിട്ട് നൽകി. ഗ്ലാസ് ഏരിയക്ക് നല്ല വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്കൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കൊള്ളാം. വേറെ കാര്യങ്ങൾ പിന്നെ ഇവിടെ വൈപ്പറിൻ്റെ ആ ഒരു വാട്ടർ ഫില്ല് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ ഈ ഒരു പോർഷനിലോട്ടൊക്കെ നൽകി. വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അവിടെ പറയാനായിട്ട്. റിയർ വൈപ്പറുണ്ട്, ഇടയ്ക്ക് ഇരിക്കുവാണ്, ഇല്ലെന്ന് വിചാരിക്കരുത്. വൈപ്പർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ തേർഡ് റോ കണ്ടല്ലോ, റിവേഴ്സ് ക്യാമറ ഉണ്ട് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. റിവേഴ്സ് ക്യാമറ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ തേർഡ് റോയിൽ 2 പാസഞ്ചർ ഇരുന്നാലും ഈ ഒരു ഗ്ലാസ് ഏരിയ ഇത്രയും വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി നമുക്ക് കിട്ടും. നമുക്ക് ഫ്രണ്ടിലേക്ക് കയറാം. അതിന് മുമ്പ് തന്നെ സെക്കൻഡ് റോ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു സൈഡ് സ്റ്റെപ്പ് ഇൻബിൽട്ടായിട്ട് നൽകി. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഡോറിൽ പിടിച്ച് വളരെ കംഫർട്ടായിട്ട് നമുക്ക് കയറാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ അവർ ഗ്രാഫ് ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. കുഴപ്പമില്ല, പിടിച്ച് കയറാം. കണ്ടോ, കംഫർട്ടായിട്ട് ഇരിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സീറ്റിൽ 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. ആംബ്രസ്റ്റ് ഉണ്ട് കേട്ടോ, ജസ്റ്റ് എടുത്തിട്ടോട്ടെ. ഓക്കെ, അതിനുള്ളിൽ തന്നെ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. റിയർ AC വെൻറ്റും വരുന്നുണ്ട്. കണ്ടോ, റിയർ AC വെൻറ്റ് നൽകിയിട്ടുണ്ട്. അത് അഡ്ജസ്റ്റബിൾ തന്നെയാണ്. 4 വെൻറ്റ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ 2 വെൻറ്റ് നമുക്ക് സെക്കൻഡ് റോയിലേക്ക് ഉപയോഗിച്ചാൽ പോലും 2 വെൻറ്റ് നമുക്ക് തേർഡ് റോയിലേക്കും യൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ഹൈറ്റിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് AC കാര്യങ്ങളും തേർഡ് റോയിലേക്ക് നമുക്ക് കിട്ടുന്നതാണ്. അത്യാവശ്യം തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കാല് നല്ല വിശാലമായിട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സീറ്റിൻ്റെ 2 സീറ്റിൻ്റെ പുറകിലും സ്റ്റോറേജ് സ്പേസും അവർ നൽകി. കൂടാതെ ചാർജിങ് സോക്കറ്റും വരുന്നുണ്ട്. അത് 2 ചാർജിങ് സോക്കറ്റ് അവർ നൽകിയിട്ടുണ്ട്. കണ്ടോ, വേറെ അഡാപ്റ്ററോ കാര്യങ്ങളൊന്നും മേടിച്ച് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു ഇതിൽ 2 ചാർജിങ് സോക്കറ്റ് നൽകി. ബോട്ടിൽ ഹോൾഡറും ഒക്കെ വരുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നും ഇവിടെ പറയാനില്ല. 2 ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ആണ് നൽകിയിട്ടുള്ളത്. നല്ലൊരു ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഹൈറ്റുള്ളൊരു വാഹനമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു മാറ്റും കാര്യങ്ങളൊക്കെ ഇൻബിൽഡായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് തന്നെ വരുന്നതാണ്. എക്സ്ട്രാ ഇട്ടേക്കുന്നത് നല്ല കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള മാറ്റുമാണ് കിടക്കുന്നത് താഴ്ഭാഗത്ത്. അതൊക്കെ കൊള്ളാം. ഡോർ പാഡ് നോക്കിക്കോ, പവറിൻ്റെ കൺട്രോൾ വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്. നമുക്ക് ഈ ഡോറിൽ അങ്ങനെ ബോട്ടിലൊന്നും വെക്കാൻ പറ്റില്ല. അത്യാവശ്യം ഡോക്യുമെൻറ്റ്സ്, ഫോൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും. പവറിൻ്റെ ആണ് നൽകിയിട്ടുള്ളത്. അകത്തേക്ക് അതിന് കീ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വരുന്നത്. കണ്ടോ, ഗൂർക്കയുടെ ബ്രാൻഡിങ് ഒക്കെ ആ ഒരു കീക്കകത്ത് കാണാം. വെയിറ്റ്ലെസ് ആണ്, വലിയ വെയിറ്റ് ഒന്നുമില്ല. അതേപോലെ ലോക്ക്, അൺലോക്ക്, അങ്ങനെയുള്ള കൺട്രോൾസ് ഒക്കെ തന്നെ നോർമലി ഉള്ളൊരു കീ തന്നെയാണ്. അപ്പോൾ സ്നോർക്കിലായിരിക്കും ഞാൻ പറഞ്ഞു, ഇത് ഫൈബറോ കാര്യങ്ങളൊന്നും അല്ല, മെറ്റൽ പീസാണ് കേട്ടോ വരുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. വലിപ്പവും ഉണ്ട് മിററിന്. നമ്മളൊരു റിയർ സൈഡിൽ കണ്ട സെയിം ആ ഒരു രീതി തന്നെയാണ് ഈ ഒരു ഫ്രണ്ട് ഡോർ പാഡിന്. ഒരുപാട് അങ്ങ് സ്റ്റോറേജ് സ്പേസോ കാര്യങ്ങളൊന്നും അവർ നൽകിയിട്ടില്ല. സ്റ്റൈഡ് സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനകത്ത് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഗൂർക്ക എന്നുള്ള ബ്രാൻഡിങ് കാണാം. ഈ ഒരു പോർഷനിലായിട്ട് നമുക്കത് കാണാം. ഗൂർക്ക എന്നൊരു ബ്രാൻഡിങ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. നമുക്ക് ജസ്റ്റ് ഇനി അകത്തേക്കൊന്ന് കയറാം. നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീല് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ. കണ്ടോ, അതേപോലെ മിറർ ഞാൻ പറഞ്ഞല്ലോ, മിറർ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അതിൻ്റെ ഒരു ഓപ്ഷൻ അവർ നൽകി.
ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. ഒരു ഓഫ് റോഡ് വാഹനത്തിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ വേണ്ടത് അതേപോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളും കമ്പനി ഡിസൈൻ ചെയ്ത് കുറച്ച് ഡാർക്ക് തീമിലാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ പല മെറ്റീരിയൽസോ അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് നോക്കുമ്പോഴും കുറച്ച് ഹാർഡായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടോപ്പിലേക്ക് ഈ ഒരു പോർഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും കുറേ ഹാർഡ് പ്ലാസ്റ്റിക്, അതായത് കുറച്ച് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഇതൊരു ഓഫ് റോഡ് പർപ്പസിന് വരുന്ന വാഹനം ആയതുകൊണ്ടാണ്. ഓൾറെഡി ഞാൻ കാണിച്ചതാണ്. ഇവിടെ ആയിട്ട് തന്നെ കൺട്രോൾ വരുന്നുണ്ട്. റിയർ AC വെൻ്റ് ഓഫ് ആക്കേണ്ടതും ഓൺ ആക്കേണ്ടതുമായിട്ടുള്ളത്. ഇനി ഡാഷ്ബോർഡിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഡ്യുവൽ എയർ ബാഗ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. വലുപ്പമേറിയ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഫോഴ്സിൻ്റെ ഒരു ലോഗോ വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്ത് കുറച്ച് ഗ്ലോസി എലമെൻറ്റോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് ഞാനത് സ്റ്റാർട്ട് ചെയ്തോട്ടെ വണ്ടി. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓൺ ആയിക്കോട്ടെ. നമ്മൾ ഓണായി വരുന്ന സമയത്ത് നിങ്ങൾ ആ ക്ലസ്റ്റർ യൂണിറ്റ് കണ്ടോ? ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. നല്ല രസമാണത് കാണുന്നതിനും. അങ്ങനെ തന്നെ നമുക്ക് ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റത്തിൻ്റെ അതൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാം. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റുമാണ് വരുന്നത്. 2 ഡ്രൈവ് മോഡ്സ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് അതിനകത്ത് കാണുന്നത് പവർ മോഡ് എന്നുള്ളൊരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് എക്കോ മോഡ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മൈലേജ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്കോ മോഡ് യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇത് ഓൺ ആയതുകൊണ്ടാണ് ആ ഒരു ബീപ്പ് സൗണ്ട് നമുക്ക് കേൾക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കണം, പ്രശ്നങ്ങളൊന്നുമില്ല. AC-യുടെ വെൻസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് കാണാം. 4 വെൻസ് ഉണ്ട്. അത് അത്യാവശ്യം വലിപ്പത്തിലും റൗണ്ട് ഷേപ്പിലുമാണ് നൽകിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ്. കണ്ടോ, കുഴപ്പമൊന്നുമില്ല. AC ജസ്റ്റ് ഓൺ ചെയ്യാം. മാനുവലി ഉള്ള AC ആണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. കണ്ടോ, മാനുവലി വേണം AC-യുടെ കൺട്രോൾസ് ഒക്കെ ചെയ്യാനായിട്ട്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കിടന്ന് ബട്ടൺസ് ആകുമ്പോൾ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ടച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് തപ്പണം എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത്. പിന്നെ അതിൻ്റെ മാക്സിമം AC ഇതൊരു മിനിമം, അതായത് കൂളിംഗ് കുറച്ച് മതിയെങ്കിൽ അങ്ങനെ. മാക്സിമം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഉച്ച സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 2 ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ഇവിടെ 2 ചാർജിങ് സോക്കറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ടും ഒരു ചാർജിങ് സോക്കറ്റ്, അതായത് 12 വാട്ട്സിൻ്റെ ഒരെണ്ണം ഈ ഒരു പോർഷനിലായിട്ട് അവർ നൽകിയിട്ടുണ്ട്. അത് അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വാങ്ങി വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡ്രൈവ് മോഡിൻ്റെ കാര്യം പറഞ്ഞു. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. മാപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. കണ്ടോ, ബേസിക്കലുള്ള കാര്യങ്ങളാണ് അതിനുള്ളിൽ നമുക്ക് വരുന്നത്. ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. റിവേഴ്സ് ക്യാമറ ഇതിനുള്ളിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ജസ്റ്റ് നമുക്കൊന്ന് ഇടാം. ഈ ഒരു രീതിയിലുള്ളൊരു വ്യൂ ആണ് റിവേഴ്സ് ക്യാമറ നമ്മൾ ഇടുന്ന സമയത്ത് വരുന്നത്. മോശമല്ലാത്തൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ച് താഴ്ഭാഗത്തായിട്ടാണ് ആ ഒരു ക്യാമറ യൂണിറ്റ് അവർ പ്ലേസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത്. ബാക്കിയൊക്കെ അതിൻ്റെ കൺട്രോൾസൊക്കെ ഈ ഒരു പോർഷനിലായിട്ടാണ് അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ അത്യാവശ്യം എക്കോ മോഡിൻ്റെ ആ ഒരു കൺട്രോളും ഫോഗ് ലാമ്പിൻ്റെതും ഹസാർഡിൻ്റെതും കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ പിന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിനകത്ത് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ആ ഒരു പോർഷനിലായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. 5 സ്പീഡാണ് നമുക്ക് ഗിയർ ബോക്സ് വരുന്നത്. ഈ ഒരു പോർഷനിലായിട്ടാണ് റിവേഴ്സ് ഇടേണ്ടത്. അതിൻ്റെ ഒരു ക്ലിപ്പ് തന്നെ ഇവിടെയായിട്ട് അവർ നൽകിയിട്ടുണ്ട്. പിന്നെ ഡിഫ്ലോക്കിൻ്റെ കൺട്രോൾ വരുന്നുണ്ട്. കണ്ടോ, 2 ഫ്രണ്ടും റിയറും അത് രണ്ടും നൽകിയിട്ടുണ്ട്. അതേപോലെ 4 ഡോർ പവർ വിൻഡോ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പോർഷനിലായിട്ട് തന്നെ കൺട്രോളും കാര്യങ്ങളും നൽകിയിട്ടുള്ളത് കാണാം. ജസ്റ്റ് ഒന്ന് ടോപ്പ് പൊക്കിയോ. കണ്ടോ, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഗിയർ ലിവറിൻ്റെ കാര്യം പറഞ്ഞു. 4 വീൽ ഡ്രൈവിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് ഈ ഒരു രീതി ഇപ്പോൾ നിലവിൽ ഈ ഒരു രീതിയിലാണ് നൽകിയിട്ടുള്ളത്. ലിവറോ കാര്യങ്ങളൊന്നുമല്ല. കുറച്ചുകൂടി ഇതെന്താ പ്രാക്ടിക്കലാണ്. ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അത് നൽകിയിട്ടുണ്ട്. കണ്ടോ, ഓക്കെ. പിന്നെ അത്യാവശ്യം ഇവിടെയും സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ആംറസ്റ്റ് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വെക്കാനാണ് പറ്റും. ഈ ഒരു ഹൈറ്റ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ, കുറച്ച് താത്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അത് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് വരുന്നത്. കണ്ടോ, ഏതൊരു ആംഗിളിൽ വേണമെങ്കിലും നമുക്കത് വെക്കാനായിട്ട് പറ്റും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടെയായിട്ട് അതിനൊരു ലോക്ക് ഓപ്ഷൻ അവർ നൽകിയിട്ടുണ്ട്. 2 ആംറസ്റ്റ് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. സ്റ്റോറേജ് സ്പേസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഗ്ലോ ബോക്സിൽ മോശമല്ലാത്തൊരു സ്റ്റോറേജ് സ്പേസ് അവർ നൽകിയിട്ടുണ്ട്. ടോപ്പിലേക്ക് അതിന് ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഒരു ലൈറ്റ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. സൺബ്ലൈറ്റിൻ്റെ നല്ല വലിപ്പത്തിൽ തന്നെ വരുന്നു. മിറർ മാനുവലി കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ സൺബ്ലൈറ്റ് ടിക്കറ്റ് ഹോൾഡറുമായിട്ടാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ഓഫ് റോഡിന് പറ്റിയ ഓഫ് റോഡിന് പറ്റിയ ഏറ്റവും മികച്ചൊരു വാഹനമായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാൻ പറ്റും. നല്ല റോഡ് പ്രസൻസ് കിട്ടുന്നൊരു വാഹനമാണ്. അത്യാവശ്യം വലിപ്പമേറിയ ഗ്ലാസ് ഏരിയയൊക്കെ തന്നെ വരുന്നുണ്ട്. ഒരുപാട് വലിപ്പമൊന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് അത് നൽകിയിട്ടുള്ളത്. ഓക്കെ, അത്രേ ഉള്ളൂ അവിടെ പറയാനായിട്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇതിനുള്ളിൽ പറയാനായിട്ട്. ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു വാഹനമൊന്നും അല്ലത്. അത്യാവശ്യം ഫീച്ചേഴ്സോടുകൂടി വരുന്ന ഓഫ് റോഡിന് പറ്റിയ മികച്ചൊരു വാഹനമാണിത്. അപ്പോൾ അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇനി എൻജിൻ റൂമോടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അയ്യോ, ഇത് ചെറിയൊരു ജോലി അല്ലത്. ഓപ്പൺ ചെയ്ത് വെക്കുക. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഒറ്റയ്ക്ക് പൊക്കുന്ന കാര്യമൊക്കെ പാടായിരിക്കും എന്നുള്ളത്. അത് വെറുതെ പറഞ്ഞതല്ല, കുറച്ച് പാടാണ്. ഓക്കെ,
ഒരു ആംബുലൻസ് വരുന്നത്, അതങ്ങ് പൊക്കോട്ടെ. അത്യാവശ്യം ഹെവിയാണ് കേട്ടോ ഈ ഹുഡ്. ഇതിനകത്തൊരു ഹൈഡ്രോളിക് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. കുഴപ്പമില്ല, ജസ്റ്റ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്താലും മതി. 2.6 ലിറ്ററാണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. ഏകദേശം ഒരു 140 bhpയും 320 Nm ടോർക്കും നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു മൈലേജ് ഇപ്പോൾ നമുക്ക് കറക്റ്റ് പറയാനൊന്നും പറ്റില്ല. കാര്യം ഒരു ഓഫ് റോഡ് പർപ്പസിനുള്ള ഒരു വാഹനമായതുകൊണ്ട് തന്നെ കറക്റ്റ് മൈലേജും കാര്യങ്ങളും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ എന്നാലും ആ എഞ്ചിൻ ബേയിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം വെൽ പാക്ഡ് ആയിട്ടാണ് ഇരിക്കുന്ന ഒരു എഞ്ചിൻ റൂം തന്നെയാണ്. ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത് പറയാനായിട്ട്. കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ വളരെ മികച്ചൊരു വാഹനം തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ താഴെ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ശ്രമകരമാണ് കേട്ടോ ഒറ്റയ്ക്ക് ഇത് അടയ്ക്കുക എന്നുള്ളത്, അത്രയ്ക്ക് ഹെവിയാണിത്. ഓക്കെ, ജസ്റ്റ് ക്ലോസ് ചെയ്തേക്കാം. ഓ, അടഞ്ഞു. അപ്പോൾ ഒറ്റയ്ക്ക് അടയ്ക്കുക തുറക്കുക എന്നുള്ളത് കുറച്ച് പാട് തന്നെയാണ്, അത്രത്തോളം വെയിറ്റ് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ കൊള്ളാം, നല്ലൊരു വാഹനം തന്നെയാണ്. അപ്പം ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും അറിയണമെങ്കിൽ അതിനകത്ത് വിളിച്ചാൽ മതി. ഒരു 15-20 ദിവസമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. കളർ ഓപ്ഷൻസ് ഒക്കെ ഏതാണെന്ന് പറഞ്ഞു. വൈറ്റ്, ബ്ലാക്ക്, ഗ്രീന്, ഈ റെഡ് തുടങ്ങിയ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓൺ റോഡ് പ്രൈസ് പറഞ്ഞു. ഇതിനകത്ത് ഇനി എക്സ്ട്രാ വരുന്ന അക്സസറീസ് നമുക്ക് ആ ഒരു ഗ്ലാസിന് ചുറ്റും ഒരു ഗാർഡ് വരുന്നുണ്ട്, അതിൽ ടോപ്പിലായിട്ടും. അതൊക്കെയാണ് കുറച്ച് എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് ഇതിനകത്ത് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതിൽ എല്ലാ കൂട്ടുകാർക്കും ബൈ.